ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് 4,30,000 രൂപയ്ക്ക് ബിൽഡ് ചെയ്ത ഒരു അടിപൊളി ഗെയിമിംഗ് PC ആണ്. അപ്പോൾ ഇതിനകത്ത് മോണിറ്ററും ഗെയിമിംഗ് കീബോർഡും മൗസും ചെയറും ഒന്നും ഇൻക്ലൂഡഡ് അല്ല. വെറും PC മാത്രമാണ് 4,30,000 രൂപയ്ക്ക് ബിൽഡ് ചെയ്തത്. അപ്പോൾ ഇതൊരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള PC ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്കിതിനകത്ത് 4K എഡിറ്റിങ്ങും ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒക്കെ ഒരു അടിപൊളി ലെവലിൽ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ PC തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ള PC പാർട്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു PCക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രൊസസ്സർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ AMDയുടെ Ryzen 9 59560 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇൻ്റലിൻ്റെ i9 11th ജനറേഷനേക്കാളും പെർഫോമൻസ് ഉള്ളൊരു പ്രൊസസ്സർ തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. 5950X എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത് 16 കോറും 32 ത്രെഡുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊസസ്സറിനകത്ത് വരുന്നത് 3.40 GHz ആണ് ബേസ് ക്ലോക്ക് വരുന്നത്. ടെർബോ വരുന്നത് 4.90 GHz ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ക്ലോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇനിയും പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻബിൽഡ് ഈ ഒരു പ്രൊസസ്സറിനകത്ത് ഗ്രാഫിക്സ് വരുന്നില്ല. Ryzen 9 ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ ഹീറ്റിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കൂളർ യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ലിക്വിഡ് കൂളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഓവർ ഹീറ്റിംഗ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അസ്യൂസിൻ്റെ റോഗ് സ്ട്രിക്സിൻ്റെ വൈറ്റ് കളർ RGB 240mm ലിക്വിഡ് കൂളറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് എന്ന് പറയുന്ന അസ്യൂസിൻ്റെ ടഫ് X570 Wi-Fi പ്ലസ് മദർ ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മിലിറ്ററി ഗ്രേഡ് മദർ ബോർഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതിനകത്ത് ഇൻബിൽഡ് Wi-Fi വരുന്നുണ്ട്, 2 NVMe സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ 4 RAM സ്ലോട്ടും വരുന്നുണ്ട്, പിന്നെ ഓറ സിങ്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള RGB ഫാനെല്ലാം നമുക്ക് ഈ ഒരു മദർ ബോർഡ് ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓറ സിങ്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു മദർ ബോർഡ് ത്രൂ ആയിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ അടുത്തതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള 4 RAM സ്റ്റിക്സ് ആണ്. T-Forceൻ്റെ വൈറ്റ് കളർ RAM സ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8GBയുടെ 3200 MHz വരുന്ന റാംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം 4 സ്റ്റിക്സ് ആണ് ടോട്ടൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വന്നേക്കുന്നത് 32GB RAM ആണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഈവൻ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു 4K ലെവൽ സ്ട്രീമിങ്ങും ചെയ്യാൻ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഒരു റാം ഉള്ളതുകൊണ്ട് നമുക്ക് കാഴ്ചവെക്കുന്നത് ഈ ഒരു PC. സോ അടുത്തതിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുള്ളത് സാംസങ്ങിൻ്റെ 980 SSD എന്ന് പറയുന്ന NVMe M.2 NVMe ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റായ ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു NVMe കിട്ടുന്നത്. കാര്യം ഏറ്റവും ഫാസ്റ്റസ്റ്റ് NVMe സാംസങ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 3500 3000 ആണ് പെർ സെക്കൻഡ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. വളരെയധികം പെർഫോമൻസ് തന്നെയായിരിക്കും നമുക്ക് സാംസങ്ങിൻ്റെ NVMe യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 1 TBയുടെ NVMe ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അടുത്ത ഈ ഒരു PCയിൽ യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ കൂളർ മാസ്റ്ററിൻ്റെ 80+ ബ്രോൺസ് 1050 വാട്ടിൻ്റെ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാര്യം ഇതിനകത്തൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 1050ൻ്റെ പവർ സപ്ലൈ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. സോ അടുത്ത ഈ ഒരു PCയിൽ യൂസ് ചെയ്തിട്ടുള്ള മോൺസ്റ്റർ GPU ആണ്. അതായത് നമ്മുടെ RTX 3090 അസ്യൂസിൻ്റെ സ്ട്രിക്സ് RTX 3090 GPU ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 24GBയുടെ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂളർ മാസ്റ്ററിൻ്റെ വൈറ്റ് കളർ ഫാൻസ് RGB ഫാൻസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ഫാൻസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 4 ഫാനും അതുപോലെ തന്നെ ടോപ്പിൽ ലിക്വിഡ് കൂളറിൻ്റെ കൂടെ ഒരു ഫാൻ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു PCയുടെ ഏറ്റവും വലിയ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു PCയുടെ ക്യാബിനറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് തെർമൽടെക്കിൻ്റെ AHT600 എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റാണ്. ഒരു ടോർക്ക് മോഡലിലൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു ന്യൂ ജെൻ ക്യാബിനറ്റ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഒക്കെ കിട്ടാനുള്ള ഒരു കിടിലൻ ക്യാബിനറ്റാണ്. തോന്നിയിട്ടുള്ളത് ഇതൊരു ഓപ്പൺ ക്യാബിനറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാര്യം പെട്ടെന്ന് പൊടി കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കീബോർഡും മൗസും മോണിറ്ററും ഇൻക്ലൂഡ് അല്ല. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കീബോർഡ് എന്ന് പറയുന്നത് റാപ്പോ V500 എന്ന് പറയുന്ന പ്രോ മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡാണ്. പർപ്പിൾ കളറിലുള്ള ഗെയിമിംഗ് കീബോർഡാണ് വരുന്നത്. സോ അടുത്ത് നിങ്ങളിവിടെ കാണുന്ന മൗസ് എന്ന് പറയുന്നത് റേസറിൻ്റെ വൈറ്റ് കളർ ഡെത്ത് ആഡർ എന്ന് പറയുന്ന ഒരു മൗസ് ഗെയിമിംഗ് മൗസാണിത്. മോണിറ്റർ എന്ന് പറയുന്നത് AOCയുടെ 32 ഇഞ്ചിൻ്റെ
ഒരു കെർവ് ഗെയിമിംഗ് മോണിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പാനൽ വരുന്നത് VA പാനലാണ് വരുന്നത്. അതുപോലെ തന്നെ 165 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത്. ഒരു ഫുൾ HD ഗെയിമിംഗ് മോണിറ്ററാണ്. 1080p ഫുൾ HD ഗെയിമിംഗ് മോണിറ്ററാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിംഗ് മോണിറ്ററിൻ്റെ റെസ്പോൺസ് റേറ്റ് വരുന്നത് 0.5 millisecond ആണ് റെസ്പോൺസ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഫ്രീസിങ് ടെക്നോളജി കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു PC എവിടെയാണ് ബിൽഡ് ചെയ്തതെന്നും അതുപോലെ തന്നെ ഞാനിത് എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളത് എൻ്റെ ഒരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊരു ടെക് വ്ലോഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.